ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്തുകൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു, മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യന് തക്ക തുണയായിട്ട് ആദാമിന് തുണിയായിട്ട് ഹവ്വയെ കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം മനുഷ്യൻ പാപം ചെയ്തു. പാപം ചെയ്തതിൻ്റെ ഫലമായിട്ട് ഭൂമി ശപിക്കപ്പെടുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അത് കഴിഞ്ഞ് അവർക്ക് മക്കളുണ്ടായി. അങ്ങനെ മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങിയപ്പോൾ മനുഷ്യൻ ദൈവത്തെ മറന്നു, ഭൂമിയിൽ അതിക്രമം നിറഞ്ഞു എന്ന് കാണുന്നുണ്ട്. ദൈവം ഭൂമിയെ നോക്കിയപ്പോൾ അത് വഷളായി, അത് അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്ന് കണ്ടു. സകല ജഡവും ഭൂമിയിൽ തൻ്റെ ഇഷ്ടം പോലെ ജീവിച്ച് അവരവർക്ക് തോന്നിച്ച രീതിയിൽ ജീവിച്ച് ഭൂമി ദൈവത്തിൽ നിന്ന് അകന്ന ദൈവസാന്നിധ്യത്തിനോട് മറുത്ത് ഇരിക്കുന്ന ഒരവസ്ഥയിൽ ദൈവം കാണുവാനായിട്ട് സാധിച്ചു. അപ്പോൾ ദൈവം പറയുകയാണ്, ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണങ്ങളൊക്കെയും ദോഷമുള്ളത് എന്ന് യഹോവ കണ്ടു. അപ്പോൾ യഹോവ പറയുകയാണ്, ഞാൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് ദുഃഖിക്കുന്നു. വളരെ നമുക്ക് ഓരോന്ന് സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ 6 ദിവസം ഓരോ സൃഷ്ടിയും കഴിഞ്ഞിട്ട് നല്ലതെന്ന് കണ്ടു വളരെ നല്ലതായിട്ട് ദൈവം ഭൂമിയിലുള്ളതൊക്കെയും സൃഷ്ടിച്ചതാണ്. എന്നാൽ ഇപ്പോൾ ഭൂമിയെ നോക്കിയിട്ട് അത് ഭൂമി ദോഷമുള്ളതെന്നും യഹോവ കണ്ടു. അത് കർത്താവ് സന്തോഷിച്ച ദൈവം ഇപ്പം ഭൂമിയെ നോക്കി അനുദപിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അത് അവൻ്റെ ഹൃദയത്തിന് ദുഃഖമായി. ഞാൻ സൃഷ്ടിച്ചുള്ള മനുഷ്യനെ ഇനി ഇവിടെ താമസിപ്പിച്ചു കഴിഞ്ഞാൽ ഇത് വഷളം കൊണ്ട് നിറഞ്ഞ് ഇവിടെ ജീവിക്കുവാൻ അത്രമാത്രം അത് ഭയങ്കരമായിട്ട് തീരുമെന്ന് മനസ്സിലാക്കി ദൈവം പറയുകയാണ്, ഞാൻ ഭൂമിയെ അവയെ ഉണ്ടാക്കുകൊണ്ട് ഞാൻ അനുദപിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്തു. അതിനുശേഷം യഹോവ പറയുകയാണ്, എന്നാൽ നോഹയ്ക്കും കുടുംബത്തിനും യഹോവയുടെ കൃപ ലഭിച്ചു. നോഹയും കുടുംബം ഒഴിച്ച് ബാക്കിയുള്ളവർക്ക് ആർക്കും കൃപ ലഭിച്ചില്ല. ദൈവം ചാൻസ് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. എന്നാൽ നോഹയ്ക്കും കുടുംബത്തിനും ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്ന ഒരു വ്യക്തിയാണ്. ബാക്കിയുള്ളവരെല്ലാം അതിക്രമങ്ങളിലും വഷളത്വത്തിലും ദൈവത്തെ മറുത്ത് ജീവിക്കുമ്പോൾ നോഹയുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നോഹ ദൈവത്തോട് കൂടെ നടന്ന മനുഷ്യനാണ്. അത് നോഹയ്ക്ക് 3 മക്കളുണ്ടായിരുന്നു. ശേം, ഹാം, യാഫേത്ത് നോഹയ്ക്കുണ്ടായിരുന്നു. ദൈവം നോഹയോട് കരുണ തോന്നി. ദൈവം നോഹയോട് പറഞ്ഞു, ഞാൻ ഭൂമിയെ നശിപ്പിക്കുവാനായിട്ട് പോവുകയാണ്. ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്നാൽ നീ ഒരു പെട്ടകം ഉണ്ടാക്കണം. ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കണം. പെട്ടകത്തിന് അറകൾ ഉണ്ടാക്കണം. അകത്തും പുറത്തും കീൽ തേക്കണം. അതിൻ്റെ നീളവും വീതിയും ഉയരവും എല്ലാം ദൈവം പറഞ്ഞു കൊടുക്കുകയാണ്. അതിനുശേഷം നോഹയോട് പറയുന്നുണ്ട്, മഴ പെയ്യും, ഞാൻ വെള്ളത്താൽ ഈ ഭൂമിയെ നശിപ്പിക്കുമെന്ന് പറയുന്നുണ്ട്. നോഹ ദൈവത്തോട് കൂടെ നടന്നതുകൊണ്ട് അന്ന് മഴ എന്തെന്നുള്ളത് അറിയത്തില്ല മനുഷ്യർക്ക്. അങ്ങനെ മഴ ഇല്ലാത്തൊരു സമയത്ത്, കണ്ടിട്ടില്ലാത്തൊരു സമയത്ത് മഴയുണ്ടാകുമെന്ന് പറഞ്ഞത് നോഹ വിശ്വസിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നോഹ അത് വിശ്വസിച്ചു. നോഹയോട് പറഞ്ഞു, ഞാൻ പറയുന്ന രീതിയിൽ നീ പെട്ടകം ഉണ്ടാക്കണം. പെട്ടകം ഉണ്ടാക്കിയതിന് ശേഷം നീ അതിൻ്റെ അകത്ത് കർത്താവ് ഒരു നിയമം പറയുന്നുണ്ട്. നീ സകല ജീവികളിൽ നിന്നും സർവ്വജഡത്തിൽ നിന്നും തന്നെ ഈരണ്ടിനെ നിന്നോടുകൂടെ ജീവരക്ഷയ്ക്കായിട്ട് പെട്ടകത്തിൽ കയറ്റണം. അവ ആണും പെണ്ണുമായിരിക്കണം. അതാത് തരം പക്ഷികളിൽ നിന്നും അതാത് തരം മൃഗങ്ങളിൽ നിന്നും ഭൂമിയിലെ അതാത് തരം ഇഴജാതികളിൽ നിന്നൊക്കെയും ഈരണ്ട് ജീവരക്ഷയ്ക്കായിട്ട് നിൻ്റെ അടുക്കൽ വരണം. അതിനുശേഷം പറയുന്നുണ്ട്, നീയോ സകല ഭക്ഷണ സാധനങ്ങളിൽ നിന്നും വേണ്ടുന്നതെടുത്ത് സംഗ്രഹിച്ചു കൊള്ളണം. അത് നിനക്കും അവയ്ക്കും ആഹാരമായിരിക്കണം. യഹോവ പറഞ്ഞതുപോലെ തന്നെ നോഹ ഗോമർ മരം കൊണ്ട് ഒരു പെട്ടകമുണ്ടാക്കി. ദൈവം പറഞ്ഞ അളവിൽ നോഹ പെട്ടകമുണ്ടാക്കി. അത് കഴിഞ്ഞതിന് ശേഷം നോഹ യഹോവ പറഞ്ഞതുപോലെ മൃഗങ്ങളിൽ നിന്നും പക്ഷികളിൽ നിന്നും ഭൂമിയിലെ അതാത് തരം ഇഴജാതിയിൽ നിന്നൊക്കെയും ഈരണ്ടിനെ വീതം ഈ പെട്ടകത്തിൻ്റെ അകത്ത് കയറുവാനായിട്ട് ആജ്ഞാപിച്ചു. നോഹ ഇവയെല്ലാം ഈ മൃഗങ്ങളും പക്ഷികളും എല്ലാം
ഈ ഈ ഈരണ്ടീരായിട്ട് കഴിഞ്ഞ് ജനത്തോട് പറഞ്ഞു, ഈ പട്ടണത്തിൽ കയറുന്നവൻ രക്ഷപ്പെടും, ഈ പട്ടണത്തിൽ കയറാത്തവർ വെള്ളം കൊണ്ട് നശിച്ചു പോകും എന്ന് പ്രസംഗിച്ചു. എന്നാൽ നോഹയെ എല്ലാവരും കളിയാക്കി. മഴ കണ്ടിട്ടില്ലാത്ത സമയത്ത് മഴ പെയ്യും, വെള്ളത്താൽ നശിക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ ദുഷ്ടത നിറഞ്ഞ മനുഷ്യർ, വഷളത്വം നിറഞ്ഞ മനുഷ്യർ അത് 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 വിശ്വസിച്ചില്ല. അവർ ആരും ഈ പെട്ടകത്തിൽ കടന്നില്ല എന്ന് കാണാനായിട്ട് സാധിക്കും. എന്നാൽ സകല മൃഗങ്ങളിൽ നിന്നും ആണും പെണ്ണുമായ ഏഴേഴും, സകല മൃഗങ്ങളിൽ നിന്ന് ആണും പെണ്ണുമായ ഏഴേഴും, ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്ന് ആണും പെണ്ണുമായ ഈരണ്ടും, ആകാശത്തിലെ പറവകളിൽ നിന്നും പൂവനും പിടിയുമായ ഏഴേഴും, ഭൂമിയിലൊക്കെയും സന്തതി ശേഷിച്ചിരിക്കേണ്ടതിന് അവയെ അകത്ത് കയറ്റിക്കൊള്ളണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇതുപോലെ തന്നെ ഈ മൃഗങ്ങളും പക്ഷികളും ജന്തുക്കളും എല്ലാം ഇഴജാതികളും എല്ലാം നോഹയുണ്ടാക്കിയ പെട്ടകത്തിലേക്ക് കയറി. എന്നാൽ മനുഷ്യരാരും കയറിയില്ല. അതിനുശേഷം നോഹയും തൻ്റെ കുടുംബവും നോഹയും പുത്രന്മാരും അവൻ്റെ ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും ജലപ്രളയ നിമിത്തം പെട്ടകത്തിൽ കടന്നു. അതുപോലെ മൃഗങ്ങളെല്ലാം കടന്നതിന് ശേഷം യഹോവയായ ദൈവം ഈ പെട്ടകത്തിൻ്റെ വാതിലടച്ചു. അത്രയും ദിവസം അവർക്ക് ഈ പെട്ടകത്തിൽ കിടക്കുവാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. എന്നാൽ ആരും പെട്ടകത്തിൽ കടന്നില്ല. മൃഗങ്ങൾ കയറി. അത് ദൈവം പറഞ്ഞത് കേട്ടു. വേണ്ടുന്ന ആഹാരവും അതിൻ്റെ അകത്ത് ഒരുക്കി. എന്നാൽ വേറെ ആരും അതിൽ കയറിയില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ജീവശ്വാസമുള്ള സർവ്വജഡത്തിൽ നിന്നും ആ പെട്ടകത്തിൻ്റെ അകത്തിൽ കടന്നു. ദൈവം അവനോട് കൽപ്പിച്ചതുപോലെ അകത്ത് കടന്ന സർവ്വജഡത്തിൽ നിന്നും ആണും പെണ്ണുമായിട്ട് കടന്നു. യഹോവ വാതിലടച്ചു. അതിനുശേഷം ഭൂമിയിൽ 40 ദിവസം ജലപ്രളയം ഉണ്ടായി. വെള്ളം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. 40 ദിവസം മഴ പെയ്തു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ പെട്ടകം വെള്ളത്തിൽ ഒഴുകി തുടങ്ങി. വെള്ളം ഭൂമിയിൽ 150 ദിവസം പൊങ്ങിക്കൊണ്ടിരുന്നു. അപ്പോൾ 150 ദിവസം വെള്ളം പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 40 ദിവസം വെള്ളം മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. നോഹയും പെട്ടകത്തിൻ്റെ അകത്തുള്ളവരെല്ലാവരും സുരക്ഷിതരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇനി എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. നമുക്കൊരു വാക്യം പഠിക്കാം. ഇവിടെ അനേക വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചതാണ്. എന്നാൽ പറഞ്ഞതാണ്. അതെല്ലാം കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കിന്നൊരു വാക്യം പഠിക്കാം. ഉൽപ്പത്തി പുസ്തകം 6 അധ്യായത്തിൻ്റെ 9 വാക്യം. നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നു. ശേം, ഹാം, യാഫേത്ത് എന്ന് 3 പുത്രന്മാരെ നോഹ ജനിപ്പിച്ചു. ഇതിൽ നമുക്ക് അനേകം നല്ല പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നമ്മുടെ ചുറ്റുപാടുകൾ എത്ര ദുഷ്ടത നിറഞ്ഞാലും, ഒന്നാമതായിട്ട് നമ്മുടെ ചുറ്റുപാടുകൾ എത്ര ദുഷ്ടം നിറഞ്ഞാലും, അതിക്രമം കൊണ്ട് നിറഞ്ഞതാണെങ്കിലും നമുക്ക് ദൈവത്തോടു കൂടെ നടക്കുവാനായിട്ട്, നന്നായിട്ട് നീതിമാനും വിശുദ്ധരുമായിട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നോഹയെ നീതിമാനും നിഷ്കളങ്കനുമായിട്ട് നടന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് പാപനിമിത്തം ദൈവം ശിക്ഷിക്കുമെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ വെള്ളം കൊണ്ട് മനുഷ്യരെ ശിക്ഷിക്കുവാനായിട്ട് ദൈവം തീരുമാനിച്ചു എന്ന് കാണുവാനായിട്ട് സാധിക്കും. പാപത്തിന് കോൺസിക്വൻസ് ഉണ്ട്, ശിക്ഷയുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട് ദൈവം പാപികളെ ശിക്ഷിക്കുമ്പോൾ തന്നെ അവരെ സൂക്ഷിക്കുന്നു, അവരെ കരുതുന്നു എന്നുള്ളത് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നോഹ നീതിമാനായതുകൊണ്ട് നോഹയോട് പറയുകയാണ്, നീ ഒരു പെട്ടകമുണ്ടാക്കാൻ. അങ്ങനെ പെട്ടകത്താൽ നോഹയും കുടുംബവും രക്ഷപ്പെടുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. നാലാമതായിട്ട് ദൈവം സ്നേഹവാനും കനിവുമുള്ള ദൈവമാണ്. മൃഗങ്ങളെപ്പോലും കരുതുന്ന ദൈവമാണ്. അതുകൊണ്ട് മൃഗങ്ങളിൽ നിന്ന് പോലും മൃഗങ്ങളെപ്പോലും രക്ഷിക്കുവാനായിട്ട് ദൈവം തീരുമാനിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അഞ്ചാമതായിട്ട് ഈ മൃഗങ്ങൾ ഈ പെട്ടകത്തിൽ കയറി ഈരണ്ടും ഏഴുമായിട്ട് കയറിയിട്ടും ദുഷ്ടമനുഷ്യർ ഈ പെട്ടകത്തിൽ കയറിയില്ല. അവരുടെ നാശം സ്വന്തം ഇഷ്ടത്താൽ ദൈവം വഴിയൊരുക്കി എന്നിരുന്നാലും അവരുടെ നാശം അവർ തന്നെ
വഴി ഉണ്ട് എന്നിരുന്നിട്ടും ആ വഴി തിരഞ്ഞെടുക്കാതെ അവർ സ്വന്തം നാശത്തിൽ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതെന്ന് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഈ നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്കിന്ന് തന്ന വചനത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നീതിമാനായിട്ട് ജീവിപ്പാൻ കർത്താവ് ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. നീതിമാന്മാരായിട്ട് ജീവിക്കുന്നവരെ ദൈവം കരുതുന്നു, പരിപാലിക്കുന്നു, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ളതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പാപത്തിന് ശിക്ഷയുണ്ട്, അതുകൊണ്ട് പാപം ചെയ്യാതെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. പരീക്ഷയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. കർത്താവിൻ്റെ മക്കളായിട്ട് കർത്താവിനോട് കൂടെ നടപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ താഴ്മയും വിനയമായിട്ട് അപേക്ഷിക്കുന്നു. ആമേൻ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.